ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാൻസ് ടെസബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ചവ്വരി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ചവ്വരി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നോർമൽ വാട്ടറിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ ചവ്വരി എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യിൽ നമുക്ക് ആദ്യം തന്നെ കാഷ്യൂനട്ടും കിസ്മിസും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മുടെ പായസത്തിലോട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ കപ്പിന് 2 കപ്പ് അളവിൽ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ചുരുങ്ങിയതൊരു 7 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് നെയ്യിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താലാണ് നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറിക്കിട്ടുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നിർത്താണ്ട് ഇളക്കിയിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴന്നൊരു കളറ് മാറി എല്ലാം വരാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി നമ്മുടെ ഈ ക്യാരറ്റിലെല്ലാം പിടിക്കാൻ തുടങ്ങിയാലാണ് നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം മാറിക്കിട്ടുക. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ക്യാരറ്റെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള പാലെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1.5 ലിറ്റർ പാൽ വെച്ചിട്ടാണ് പായസം റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള 1 കപ്പ് പാലെല്ലാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഏലക്കയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 ഏലക്ക അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചവ്വരിയാണ്. നമ്മളിപ്പോൾ ഇത് നേരത്തെ വേവിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് അതൊന്ന് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലോട്ട് ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചവ്വരി നമ്മൾ വേവിച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ ഇട്ട് വെക്കുന്നത് ഇത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചവ്വരി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റും കൂടെ ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മധുരം കുറവാണെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിൻ്റെ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഒരു 10 മിനിറ്റ് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. എന്നാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി കാണണം എന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പായസം എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമുള്ള ഞാനിടുന്ന ഇതുപോലെയുള്ള പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക.
അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.